സർക്കാർ ജീവനക്കാരെ മാനദണ്ഡങ്ങൾ ലംഘിച്ച് സ്ഥലം മാറ്റുന്നുവെന്ന് നിയമസഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം തയ്യാറാകും. അടിയന്തര പ്രമേയമായിട്ടാണ് ഈ വിഷയം കൊണ്ടുവരിക. CPI അംഗം വി ജോയി അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കും. ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ ഉദ്യോഗസ്ഥന്മാരെ ട്രാൻസ്ഫർ ചെയ്യുന്നതൊക്കെ സാധാരണ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് നടപടിയായിട്ടല്ലേ കാണാൻ കഴിയൂ? അതിലൊരു അടിയന്തര പ്രമേയത്തിനുള്ളൊരു സാധ്യതയുണ്ടോ ശരിക്കും? ഗുഡ് മോർണിംഗ്. സാധാരണ ഈ ഉദ്യോഗസ്ഥ സ്ഥലം മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലൊരു അടിയന്തര പ്രമേയത്തിന് സാധ്യതയില്ല. എന്നാൽ സർക്കാർ മാറിയതോടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ സംഘടനകൾപ്പെട്ട ഉദ്യോഗസ്ഥരെ പ്രതികാര നടപടി എന്നോണം കൂട്ടത്തോടെ മാനദണ്ഡങ്ങൾ ലംഘിച്ച് സ്ഥലം മാറ്റുന്നു എന്നാണ് CPIM-ന്റെയും LDF-ന്റെയും ആരോപണം. പ്രത്യേകിച്ചും കോൺഗ്രസ് അനുകൂല സംഘടനകളെയും മറ്റും ലെറ്റർ പാഡിൻ്റെ അവരുടെ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലും പലയിടത്തും സ്ഥലം മാറ്റങ്ങൾ നടന്നു. ഈ സ്ഥലം മാറ്റങ്ങളൊക്കെ തന്നെയും മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ്, പ്രതികാര നടപടിയുടെ ഭാഗമാണ് എന്നതാണ് CPIM-ഉം മറ്റും ഉയർത്തുന്ന വാദം. നേരത്തെ CPIM-ന്റെ നേതാക്കളായ MV ഗോവിന്ദൻ അടക്കം ഇക്കാര്യം പരസ്യമായി ഉന്നയിച്ചിരുന്നു. NGO അസോസിയേഷന് കത്ത് വെച്ച് ട്രാൻസ്ഫർ നടക്കുന്ന ചരിത്രത്തിൽ ആദ്യമാണ് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും ഈ CPIM അനുകൂല സർവീസ് സംഘടനകളുടെ സമ്മർദ്ദമാണ് ഇത്തരമൊരു വിഷയം നിയമസഭാ തലത്തിൽ ഉന്നയിക്കാൻ ഇപ്പോൾ പ്രേരിപ്പിച്ചിരിക്കുന്നത്. റൂൾ 50 പ്രകാരം വർക്കല MLA വി ജോയിയാണ് നോട്ടീസ് നൽകുന്നത്. എന്തായാലും ശൂന്യവേളയിൽ ഈ നോട്ടീസ് അടിയന്തര പ്രാധാന്യമുള്ള വിഷയമായി പരിഗണിക്കാൻ സർക്കാർ തയ്യാറാകുമോ എന്നാണ് അറിയാനുള്ളത്. എന്തായാലും ഇന്ന് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിലില്ല. അദ്ദേഹം കർണാടക മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന DK ശിവകുമാറിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനായി ബംഗളൂരുവിലാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.